സെൻട്രൽ ടെക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാട്സപ്പ് വഴി കുറേ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഫേക്ക് ആണോ അതോ ഗൂഗിൾ പേ വഴിയൊക്കെ ക്യാഷ് ഇട്ടതിന് ശേഷം റീചാർജ് ചെയ്യാതിരിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുപോലെ ഒരു മെസ്സേജ് ആയിരുന്നു, ഇതും സ്കാം ആണോ, പറ്റിക്കുക കുറേ പൈസ പോയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട്. അപ്പം വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ ക്യാഷ് പോയിട്ടുണ്ട് ഇതിന് മുന്നേ ഒക്കെ റീചാർജ് ചെയ്തിട്ട് ഓൺലൈൻ വഴിയൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചോദിച്ചത്. അപ്പം ഇത് പറ്റിക്കൽ പരിപാടി കാര്യങ്ങളൊന്നുമല്ല, ഗൂഗിൾ പേ ഇട്ട് ക്യാഷ് ഇട്ട് തന്നെ റീചാർജ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ റീചാർജ് ചെയ്തതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതുവരെ കസ്റ്റമർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്, ടാങ്ക് പറയുന്നുണ്ട്, അധികം ആൾക്കാർ ക്യാഷ് ഇട്ട് തരുന്നുണ്ട്. ചില ആളുകൾ ഇതുപോലെ ഡൗട്ടും കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അവരോട് ഞാൻ പറയും, പിക്ചർ വന്നതിന് ശേഷം മാത്രം റീചാർജ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഇപ്പം ജെന്യൂനായിട്ട് റീചാർജ് ചെയ്യുന്ന സൺ ഡയറക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ, അതായത് റീറ്റെയിലർ ആപ്പ് വഴി ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് റീഫണ്ട്, അതായത് ഇപ്പം ക്യാഷ് ഇട്ട് തന്നെ റീചാർജ് ചെയ്ത് കൊടുക്കുക. അതിന് ഫസ്റ്റ് തന്നെ റീചാർജ് ചെയ്ത ശേഷം പിക്ചർ വന്നതിന് ശേഷം ക്യാഷ് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ അഥവാ ക്യാഷ് തന്നില്ല എന്നുണ്ടെങ്കിലും, അതായത് 239 മുകളിലേക്ക് റീചാർജ് ചെയ്യുന്ന പാക്കേജ് ക്യാഷ് തന്നില്ല, കസ്റ്റമർ പറ്റിച്ച് പോവുകയാണെങ്കിൽ റീഫണ്ട് കിട്ടും. അതായത് 2 ദിവസം കൊണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് റീഫണ്ടായിട്ട് അത് ക്യാൻസൽ ചെയ്താൽ ഓട്ടോമാറ്റിക്കായി റീഫണ്ട് വരുന്ന ഒരു ഇതുണ്ട് റീറ്റെയിലർ ആപ്പ് വഴി. അപ്പോൾ അങ്ങനത്തെ ഒരു ആപ്പിലൂടെ ഞാൻ റീചാർജ് ചെയ്യുന്നത്. സൺ ഡയറക്റ്റിൻ്റെ ജെന്യുവൽ ആപ്പാണ്, അതായത് ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സൈറ്റ് വഴിയാണ് റീചാർജ് ചെയ്യുന്നത്. തേർഡ് പാർട്ടി ആപ്പായ ഗൂഗിൾ പേ, മറ്റു റീചാർജ് ആപ്ലിക്കേഷൻ, ഫോൺ പേ, പേടിഎം അങ്ങനത്തെ ആപ്ലിക്കേഷൻ വഴി റീചാർജ് ചെയ്യുന്നവർക്കാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. ക്യാഷ് അഥവാ കസ്റ്റമറൊക്കെ ക്യാഷ് കൊടുക്കാതെ പോവുകയാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ റീറ്റെയിലർ ആപ്പായ സൺ ഡയറക്റ്റിൻ്റെ ആപ്പിലൂടെ ഒറിജിനൽ സൈറ്റിലൂടെ ചെയ്യുന്നവർക്ക് അവരുടെ അക്കൗണ്ട് ജെന്യുവനായി രജിസ്റ്ററും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് റീഫണ്ട് തരുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് കസ്റ്റമർ പറ്റിച്ച് ക്യാഷ് തരാതെ പോവുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ആ പാക്കേജ് ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ജെന്യുവനാണ്. അപ്പോൾ വാട്സപ്പ് വഴി മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കി ഗൂഗിൾ പേ ഒക്കെ അയച്ചു തരുന്നവർക്ക് ജെന്യുവനായിട്ട് തന്നെ റീചാർജും കാര്യങ്ങളും ചെയ്ത് കൊടുക്കും. അപ്പോൾ അധികം ആളുകൾ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് സ്കാമും കാര്യങ്ങളൊന്നുമല്ല. അധികം ആളുകളും ഇപ്പോഴും വാട്സപ്പിലൊക്കെ ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാനൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കറക്റ്റായ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പുറത്താണുള്ളത്, ഗൾഫ് കൺട്രീസിലാണ്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് വാട്സപ്പ് നോക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ വാട്സപ്പിൽ വന്ന മെസ്സേജും കാര്യങ്ങൾക്കും കുറച്ച് ലേറ്റ് ആയാലും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതുപോലെ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പം പറ്റിക്കൽ പരിപാടിയും കാര്യങ്ങളൊന്നുമല്ല. അപ്പം നിങ്ങൾക്ക് ഗൂഗിൾ പേ ക്യാഷ് പിക്ചർ വന്നതിന് ശേഷം വേണമെങ്കിൽ ക്യാഷ് ഇട്ട് തന്നാലും മതി. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഓഫറും കാര്യങ്ങളും വരികയാണെങ്കിൽ അറിയിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. സ്കാമും കാര്യങ്ങളെല്ലാം ഫേക്കല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു മെസ്സേജ് അയച്ചിരുന്നത്. പല ആളുകൾക്കുണ്ടാവും കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടുള്ളവരായിരിക്കും ഇങ്ങനത്തെ ഡൗട്ടും കാര്യങ്ങളും ചോദിക്കുന്നത്. അപ്പം സെൻട്രൽ ടെക്കിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു ഫോർ ദ വാച്ചിങ്.